ഹലോ ഗൈസ്, എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നുണ്ടല്ലോടാ മൈനിങ്ങിന് പോവുകയാണ്. സോ ഇപ്പോൾ നിങ്ങൾ നോക്കാൻ നേരത്തെ എൻ്റെ കയ്യിൽ ഈ ഒരു അയൺ ടൂൾസാണ് ഗൈസ് ഇരിക്കുന്നത്. സോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഗൈസ്? ഓഫ്ലൈൻ മൈനിങ് ചെയ്തു, അതും അല്ലാഞ്ഞിട്ട് ഇവിടെ നിങ്ങളൊരു ഡോറും കാണുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഒരു മോഡ് കയറ്റി ഗൈസ്. ഓക്കെ, ഒരു ഒപ്റ്റിഫൈൻ എന്ന് പറഞ്ഞൊരു മോഡ് എനിക്ക് കിട്ടി. സോ അത് ഞാൻ കയറ്റിയിട്ട് ഗെയിം കുറച്ചും കൂടെ ഒന്ന് വൈബ്രൻ്റ് ആക്കുകയും ചെയ്തു, കുറച്ച് ലാഗ് ഫ്രീ ആക്കുകയും ചെയ്തു ഗൈസ്. ഓക്കെ, സോ ഇനി നമുക്ക് നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. സോ നമുക്ക് ഇന്നത്തെ ഞാൻ ഈ ഒരു മൈനിങ് ഉണ്ടാക്കുകയും ചെയ്തു. അതുമില്ലാണ്ട് അവിടെ നിന്ന് താഴോട്ട് പോകാൻ വേണ്ടിയിട്ടും മേളിലോട്ട് കയറി വരാൻ വേണ്ടിയിട്ടും ഈ ഒരു സ്റ്റെയർ കേസും വെച്ചു. സോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഇപ്പം നിങ്ങൾ നോക്കാൻ നേരത്ത് ഈ ഒരു അയൺ എത്ര ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, 5 അയൺ കയ്യിലുണ്ട് ഗൈസ്. ഓക്കെ, അത് പോരാ, എനിക്ക് ഇന്നത്തെ ദിവസത്തിൽ അയൺ ആർമർ ആവുകയും ചെയ്യണം. അതുമല്ലാഞ്ഞിട്ട് ഇത് ഏതാണ് നമ്മൾ 5 ഡയമണ്ട് ഒപ്പിക്കുകയും ചെയ്യണം. 5 ഡയമണ്ട് ഒപ്പിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ഒരു വൈ 15 വരെ എത്തട്ടെ കേസ്. ഓക്കെ ഞാൻ എത്തിയിട്ടുണ്ട്. നമുക്കിനി ആദ്യമേ ഈ ഒരു സൈഡിലോട്ട് പോകാം കേസ്. ഓക്കെ, വേണ്ട, ഇവിടെ ഡയറൈറ്റ് വേണ്ട. നമുക്ക് 2 സൈഡിൽ ഈ ഒരു ഡയറൈറ്റ് ഉണ്ട്. നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ പോയി നോക്കാം. ഏതൊക്കെ ആയാലും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കിട്ടി കേസ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴേ നിങ്ങൾ ഈ ഒരു കോർഡിനേറ്റ്സ് നോക്കണം. 87, അതായത് കുറേയാണ്. അപ്പം 40 ബ്ലോക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. 40 ബ്ലോക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ട് കുടിച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ഒരു 48 വരെ എനിക്ക് പോകാൻ പറ്റും കേസ്. ഓക്കെ, അതുവരെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയൺ കിട്ടിയാൽ കിട്ടി കേസ്. ഓക്കെ, ഞാൻ നോക്കട്ടെ. അയൺ കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേസ്. ഓക്കെ, കേസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ഒറ്റ അയണാണ് കിട്ടിയത്. ഇല്ല 2 എണ്ണം തന്നെ. ഓക്കെ, നല്ല വലിയൊരു വെയിൽ തന്നെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിവിടെ വെച്ച് ഈ ഒരു ടോർച്ചും വെച്ച് നമുക്ക് മൈനിങ് വീണ്ടും സ്റ്റാർട്ടാക്കാം. പറ്റിച്ചല്ലോ ഗൈസ്. പിന്നെ ഞാൻ ഈ ഒരു ഓർ ഔട്ട്ലൈൻ ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ ഓർസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മോഡ്. സോ അതും ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, 47 എത്തി. ഇനിയൊന്നും കിട്ടില്ല. ഇനി നമുക്ക് അപ്പർ സൈഡിലോട്ട് പോയി നോക്കാം ഗൈസ്. ഓക്കെ, സൈഡിലോട്ട് നമുക്ക് 130 വരെ പോകാം കേസ്. ഓക്കെ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എല്ലാം കിട്ടിയാൽ കൊള്ളാം. അയണിന് പകരം ഈ ഒരു കോപ്പർ ഇരിക്കുന്നു ഗൈസ്, അത് വേണ്ട. ഓക്കെ ഗൈസ്, അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കുടിച്ചെടുക്കാം. ഇതൊരു വലിയ വെയിനായി കൊള്ളായിരുന്നു ഗൈസ്. ഓക്കെ, വലിയ വെയിനാണ്, കുഴപ്പമില്ല. അങ്ങോട്ടുണ്ട് ഇനി. ഇപ്പം എത്രയായി? 16 ആയി, അതായത് 21 ആയിട്ടുണ്ട്. നമുക്ക് 21, 5 അയൺ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ 21. ഇനി ഒരു 4 എണ്ണം കൂടെ വേണ്ടി വരും. 140 വരെ പോവാം. 130 വരെ പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പിടിച്ചു നോക്കാം. ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി ഗൈസ്. ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് KV പോവുക എന്നുള്ളതാണ്. 3 അയൺ മാത്രം മതി. നമുക്ക് ഈ 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴിച്ച് നോക്കാം. നമ്മളിപ്പോൾ കുഴിച്ച ടണലിൽ തന്നെ. കിട്ടിയ ഞാൻ പറയാം ഗൈസ്. ഓക്കെ, ഞാൻ ഒരു അയൺ സ്കിപ്പ് ചെയ്തതായിരിക്കും. അപ്പോൾ ഇനി 2 അയൺ മതി ഗൈസ്. ഓക്കെ, പിക്കാക്സ് പൊട്ടിപ്പോയി. ഗൈസ് 21, 22 എണ്ണം ഉണ്ട് ഗൈസ് നമ്മളെ കയ്യിൽ. അയൺ കുറച്ചും കൂടെ വേണ്ടി വരും. ആക്ച്വലി ഗൈസ്, ഈ ഒരു മോഡ് കൊള്ളാം കേട്ടോ. ഈ മോഡ് കൊള്ളാം, എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട്. നമുക്ക് ഒരു 2 അയൺ ഒപ്പിക്കാൻ ഒരുപാട് പാടൊന്നും വിടേണ്ടി വരില്ല. ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നമ്മളാ ഒരു മലയ്ക്ക് മേളിലൊക്കെ കുറച്ച് അയൺ കാണാൻ ചാൻസ് ഉണ്ട്. സോ രാത്രിയാണ് ഗൈസ്. ഓക്കെ, കിടന്ന് ഉറങ്ങട്ടെ.
ഗൈസ് ഞാൻ ഒരു പിക്കാസും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോടാ. ഇവിടെ ഞാൻ ഒരു പിക്കാസും കൂടെ ഉണ്ടാക്കിയായിരുന്നു ഗൈസ്, 2 അയൺ പിക്കാസ് ഉണ്ടാക്കിയായിരുന്നു. ഒരെണ്ണം എവിടെ പോയിടാ? ആ അതായിരിക്കുന്നു ഗൈസ്. ഓക്കെ കിട്ടി. 17 + 5. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ ഗ്ലാസ്സാണ് ഗൈസ്, ഇത് കാണാൻ പോലും പറ്റത്തില്ല ഗ്ലാസ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഗ്ലാസ്സൊക്കെ സെറ്റായി വരുമ്പോഴത്തേക്കും കുറച്ച് പണിയാണ് നമുക്ക്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള മോഡുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. ഞാനുണ്ടല്ലോ ഈ ഒരു മലയുടെ മണ്ടയിലൊക്കെ നോക്കട്ടെ, എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് മൈൻഡ് ചെയ്യാം ഗൈസ്. ഓക്കെ, പിന്നെ ഞാൻ ഈ ഒരു സ്റ്റെയർ കേസും കുറച്ചൊന്ന് നേരെ ചൊവ്വേ ആക്കിയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ കയറാനും ഇറങ്ങാനും ഒക്കെ എളുപ്പമാണ്. സോ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമുക്കൊരു 3 മരവും കൂടെ വെട്ടാം കേസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയുടെ മണ്ടയിൽ കയറണമെങ്കിൽ കുറച്ച് ബ്ലോക്ക് എന്തായാലും വേണം. അതുകൊണ്ട് ഇത്ര മതി ഗൈസ്, 3 മരമൊന്നും വേണ്ട. ഇത്ര മതി തൽക്കാലം, ഇത്രയൊക്കെ മതി. ഞാൻ നോക്കട്ടെ. അവിടെ കുറച്ച് കോളാണെന്ന് തോന്നുന്നു ഗൈസ്, അത് കറുത്ത നിറത്തിയിരിക്കുന്നത്, അതായിരിക്കും കോളായിരിക്കണം. എന്തോ ഇവിടെ കോപ്പറുണ്ട്, ഇവിടെയും കുറച്ച് കോൾ ഇരിപ്പുണ്ട്. വേറെ എവിടെ ഇല്ലടാ. നൈസ്, പണിട്ടി. ഇവിടെ കുറച്ച് കോൾ ഇരിപ്പുണ്ട്. ഇത് വേണ്ടെന്നല്ല, ഞാൻ എടുക്കാം ഗൈസ്. ഓക്കെ, കണ്ട ഇതുപോലെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ബ്ലോക്ക് എടുത്തുകൊണ്ട് വന്നത്. ഞാൻ ഈ ഒരു അയൺ സോഡ് നല്ല ഉപയോഗിച്ചില്ല. അയൺ സോഡ് ഇരിക്കുന്നുണ്ട് ഗൈസ്, വെറൈറ്റി അല്ലേ. എന്തായാലും വന്നതല്ലേ, നമുക്കിതാ ഈ ഒരു ഇവിടെ കുറച്ച് വെള്ളമുണ്ട്, അതെടുത്തിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു അയൺ ആർമറിൻ്റെ ജോലി കുറച്ചൊന്ന് മാറ്റി വയ്ക്കേണ്ടി വരും. ഇവിടെ നിന്ന് വാട്ടർ ബക്കറ്റ് എംഎൽ ചെയ്യാം ഗൈസ്. പിന്നെ ഗൈസ്, ഞാനിവിടെ എൻ്റെ ചാനലിൽ ആദ്യത്തെ ഷോർട്സ് ആയിട്ട് ഇട്ടിരിക്കുന്നത് നമ്മളെ വാട്ടർ ബക്കറ്റ് MLG ആണ് ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വാട്ടർ ബക്കറ്റ് MLG. ഞാൻ കമൻ്റ് ഒന്നും ഇല്ല, സംസാരങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് ഇങ്ങനെ ചാടിയെടുത്ത് ആ ഒരു വാട്ടർ ബക്കറ്റ് MLG ചെയ്യുന്നതാണ് ഞാൻ വീഡിയോ എടുത്തിട്ടേക്കുന്നത് ഗൈസ്. ഓക്കെ, നല്ല വ്യൂസ് കിട്ടും കേട്ടോ, 302 എങ്ങാണ്ടായി ഗൈസ്. ഓക്കെ, ഞാൻ നോക്കിയിട്ടില്ല അതിനുശേഷം. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം ഗൈസ്, കാരണം ഇപ്പോൾ സമയമില്ല, സ്ഥലം വരെ പോകാനുണ്ട്. സോ അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.